Okay, please wait it 2 minutes. Somebody can begin, Mini or Jose can begin the Angelus. Tartan the Malaga, Chelambito, Miniki, Malayala Rio. Father Malayalam Arila, English and Okay. Just I'm not English and Mini English and Mini and okay, any 3 people join Chigaton. Okay. In the name of the Father, and of the Son, and of the Holy Spirit. The angel of the Lord declared unto Mary, and she conceived by the power of the Holy Spirit. Hail Mary, full of grace, the Lord is with you. Blessed are you among women, and blessed is the fruit of thy womb, Jesus. Holy Mary, Mother of God, pray for us sinners, now and at the hour of our death. Amen. Behold the handmaid of the Lord, be it done to me according to your word. Hail Mary, full of grace, the Lord is with you. Blessed are you among women, and blessed is the fruit of your womb, Jesus. Holy Mary, Mother of God, pray for us sinners, now and at the hour of our death. Amen. Pray for us, O Holy Mother of God, that we may be worthy of the promises of Christ. Let us pray. Pour forth, we beseech you, O Lord, your grace into our hearts, that we to whom the incarnation of Christ, your Son, was made known by the message of an angel, may, by his passion and cross, be brought to the glory of his resurrection, through the same Christ our Lord. Amen. In the name of the Father, and of the Son, and of the Holy Spirit, as it was in the beginning, is now, and ever shall be, world without end. Amen. In the name of the Father, and of the Son, and of the Holy Spirit, as it was in the beginning, is now, and ever shall be, world without end. Amen. In the name of the Father, and of the Son, and of the Holy Spirit, as it was in the beginning, is now, and ever shall be, world without end. Amen. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവിന്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു. പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമ്മേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇതാ കർത്താവിന്റെ ദാസൻ, നിന്റെ വചനം പോലെ എന്നിലാവട്ടെ. നന്മ നിറഞ്ഞ മറിയമ്മേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമ്മേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. ശമിശായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാവാൻ
സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവേശ്വര മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോമിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും മുഖേന ഉയർപ്പിൻ പ്രാപിപ്പാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോമിശിഹാ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോയെ നന്ദി. ഹല്ലേലൂയ. ഈ ദിവസം കർത്താവിന്റെ ദിവസമാകുന്നു. ഈ ദിവസം കർത്താവിന്റെ ദിവസമാകുന്നു. ഈ ദിവസം കർത്താവിന്റെ ദിവസമാകുന്നു. വലിയ ആനന്ദത്തിന്റെ ദിനമാകുന്നു. മഹത്തായ അനുഗ്രഹങ്ങൾ സമൃദ്ധമായി നൽകുന്നതിന് നന്ദി പറയുന്നു. ഈ ദിവസം കർത്താവിന്റെ ദിനമാകുന്നു. കർത്താവിന്റെ ദിനമാകുന്നു. വലിയ സന്തോഷത്തിന്റെ ദിനമാകുന്നു. സന്തോഷത്തിന്റെ ദിനമാകുന്നു. വലിയ അനുഗ്രഹത്തിന്റെ ദിനമാകുന്നു. ഈശോയെ നന്ദി. ഈശോയെ നന്ദി. ഹല്ലേലൂയ. 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 ഈശോയെ നന്ദി. ഈശോയെ നന്ദി. ഈ ദിവസം വലിയ സന്തോഷത്തിന്റെ ദിനമാകുന്നു. സന്തോഷത്തിന്റെ ദിനമാകുന്നു. ആത്മാവ് എന്റെ മേലുണ്ട്. കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. My dear friends, this retreat is, it is a Malayalam retreat. English retreat is, we begin at 5 o'clock. We begin 5 o'clock to 5:50. 5:50 we are having the English retreat, and I am not sure anybody is from other language has come here, and some names I feel it not familiar, so that is why this is so that is why. Okay, I saw one word Konkani, it is written. Okay, 5 o'clock, and you can when the banner is published, 3 link also is joined together. We have published it, so that is why by mistake they have joined. Okay, English is at 5 o'clock. നമ്മള് എല്ലാവർക്കും സ്വാഗതം ചെയ്യുകയാണ്. 6 മണി ആയതുകൊണ്ട് 6 മണി എന്നാണ് എഴുതിയേക്കുന്നത്. അത് നമ്മൾ 5:50 നമുക്ക് തുടങ്ങാം. 5:50 മുതൽ നമ്മൾ 40 മിനിറ്റ് ആണ് നമ്മുടെ ധ്യാനം. 5:50 മുതൽ 6:30 വരെയാണ്. കാരണം വെച്ചാൽ ആൾക്കാർക്ക് ജോലിക്ക് പോകാനും ഒക്കെ ഉള്ളത് കൊണ്ട് നമ്മളൊരു 6:30, 6:35 മാക്സിമം 6:40 ആകുമ്പോഴേക്കും നിർത്തും. ചിലപ്പോൾ ഈ മെഡിറ്റേഷൻ ഇങ്ങനെ നീണ്ടു പോകുന്നത് മാത്രം. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് പുതിയതായിട്ട് വന്നവർക്ക് വേണ്ടിയിട്ടാണ് 5 മണി മുതൽ 4:50 തന്നെ അത് തുറക്കുന്നുണ്ട്. 5:50 മുതൽ 4:50 മുതൽ ഏതാണ്ട് 5:50 വരെയും ഇംഗ്ലീഷ് ആയിരിക്കും, ഇംഗ്ലീഷിലാണ്. അതുപോലെ തന്നെ 5:50 നമ്മൾക്ക് 5:50 6 മണിയോട് കൂടിയിട്ട് ഒരു 40 മിനിറ്റ് 5 മണി മുതൽ 5:40 വരെയാണ് ഇംഗ്ലീഷ് കൊടുത്തിരിക്കുന്നത്. 5 മണി മുതൽ 5:40 വരെ. അതുപോലെ തന്നെ നമ്മൾ ലിങ്കിൽ 6 മണിന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെ കുഴപ്പമില്ല. നമ്മളൊരു 5:50 നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 5:50 സ്റ്റാർട്ട് ചെയ്ത് ഒരു 6:30, 6:35, 6:40 ഒക്കെ ആകുമ്പോഴേക്കും ഫുൾ അവസാനിക്കും മാക്സിമം. അപ്പൊ നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്നത്, നമ്മൾ ഈ 21 ദിവസത്തെ ധ്യാനം തുടങ്ങുകയാണ്. അതിൽ നമ്മൾ പഠിക്കുന്നത്, നമ്മൾ അറിയാൻ വേണ്ടിയിട്ടാണ്. പുതിയതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ് പ്രാർത്ഥിക്കുക, സയൻസ് ഓഫ് ദ പ്രയർ. പ്രാർത്ഥനയുടെ സയന്റിഫിക് ആയിട്ടുള്ളതും ദൈവീകമായിട്ടുള്ള നിയമങ്ങൾ, ശാസ്ത്രീയവും ദൈവീകമായിട്ടുള്ള നിയമങ്ങൾ
അത് നമുക്ക് നിയമം എന്തുകൊണ്ടാണ് പ്രാർത്ഥനയുടെ നിയമം? പ്രാർത്ഥനയുടെ നിയമം പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിയമം നമ്മൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ശരി, അത് ഉദാഹരണത്തിന് ട്രാഫിക് നിയമം, നിങ്ങളൊരു പോലീസുകാരൻ കൈ കാണിച്ചിട്ട് പോലീസുകാരനോട് പറയണം എനിക്ക് ഈ നിയമം അറിയില്ല എന്ന് പറഞ്ഞു, നിയമം എല്ലാവർക്കും ബാധകമാണ്. നിങ്ങൾ അറിഞ്ഞാലും ശരി അറിഞ്ഞില്ലെങ്കിലും ശരി അത് നിയമം എല്ലാവർക്കും ബാധകമാണ്. നിയമം അപ്പൊ ഈ സയന്റിഫിക് ആയിട്ടുള്ള ലോ അത് ഇറ്റ് ഈസ് വർക്കിംഗ് ഫോർ എവരിബഡി. ഇറ്റ് ഈസ് എ യൂണിവേഴ്സൽ ലോ. അത് സാർവത്രികമായ നിയമങ്ങളാണ്, എല്ലാവരെയും ബാധിക്കുന്ന നിയമങ്ങളാണ്. ഇറ്റ് ഈസ് എ യൂണിവേഴ്സൽ ലോ. ഇറ്റ് ഈസ് അഫക്റ്റിംഗ് ദ ശാസ്ത്രീയമായ നിയമങ്ങൾ. അത് നിങ്ങൾ അറിഞ്ഞാലും ശരി അറിഞ്ഞില്ലെങ്കിലും ശരി അത് നിങ്ങൾക്ക് അൺകോൺഷ്യസ്ലി ഓർ അൺകോൺഷ്യസ്ലി ഇറ്റ് ഈസ് വർക്കിംഗ് ഇൻ യുവർ ലൈഫ്. അപ്പൊ അത് ശരിയായിട്ട് നമ്മൾ അറിയുകയാണെങ്കിൽ, അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എന്തുണ്ടാകും? നമ്മൾ അറിയാണ്ട് തന്നെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും സംഭവിക്കുക. അത് ലൈഫിന്റെ വലിയ ട്രാജഡി ആയിട്ട് മാറും. ഇപ്പൊ റോട്ടിൽ വണ്ടി ഓടിക്കുമ്പോൾ അത് അതിന്റെ പ്രോപ്പറായിട്ടുള്ള ലൈനിൽ പോയില്ല എന്നുണ്ടെങ്കിൽ ആക്സിഡന്റിന് സാധ്യതയുണ്ട്. വണ്ടികള് പോകുന്ന ഒരു ലൈനുണ്ട്, അത് നമ്മളത് സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് ആക്സിഡന്റിന് കാരണമാകും, ട്രാഫിക് ജാമിന് കാരണമായിട്ട് മാറും. ഇതുപോലെ തന്നെ നമ്മുടെ ലൈഫില് ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാൻ, ലൈഫിൽ ബന്ധനങ്ങൾ ഉണ്ടാകും. നമ്മൾ പറയും ചിലപ്പോൾ ബന്ധനങ്ങളൊന്നും കാര്യങ്ങൾ ശരിയാകുന്നില്ല, അത് ക്ലിയർ ആക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥനയുടേതായിട്ടുള്ള വളരെ ശാസ്ത്രീയമായ, വളരെ ദൈവീകമായ, സാർവത്രികമായ നിയമങ്ങൾ, ശാസ്ത്രീയമായ നിയമങ്ങൾ, സാർവത്രികമായ നിയമങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കാൻ ബാധ്യസ്ഥരാണ്. ഇത് അറിയണം നമ്മൾ. ഇതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് നമുക്ക് നല്ലൊരു ആരോഗ്യത്തിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നല്ല സന്തോഷത്തിന്റെ ജീവിതത്തിന് വേണ്ടി, വിജയകരമായ ജീവിതത്തിന് വേണ്ടി, എല്ലാവരുമായിട്ടുള്ള സൗഹൃദപരമായ ജീവിതത്തിന് വേണ്ടി, സന്തോഷത്തിന്റെ ജീവിതത്തിന് വേണ്ടി, ശാന്തമായ ഒരു ജീവിതത്തിന് വേണ്ടി, ഇതൊക്കെ നമുക്ക് ഈ നിയമങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ അതാണ് നമ്മൾ ഇത് പഠിക്കുന്നത്. കാലത്ത് എഴുന്നേൽക്കുക എന്ന് പറയുന്നത് തന്നെ അതൊരു നിയമമാണ്. കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അവർ ബ്രെയിൻ ഈസ് വർക്കിംഗ് ഇൻ ദ ആൽഫ സ്റ്റേറ്റ് ഓഫ്, അപ്പൊ ഇതൊക്കെ ഞാൻ സയന്റിഫിക് ആണെന്ന് പറയുന്നതിൻ്റെതാണ്. അക്കോർഡിംഗ് ടു ദ ന്യൂറൽ സയൻസ്, അത് തലച്ചോറിന്റെ ശാസ്ത്രം അനുസരിച്ചിട്ട് ബ്രെയിനിൽ നിന്ന് ആൽഫ വേവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രെയിനിന്റെ ഒരു 90% ഓഫ് പവർ വർക്ക് ചെയ്യുന്നത് ആൽഫ സ്റ്റേറ്റിലാണ്. അത് ഉദ്ദീപിപ്പിക്കപ്പെടുന്നത് കാലത്തെ സമയമാണ്. അതുകൊണ്ടാണ് കാലത്ത്, എന്തിനാണ് ചിലരെന്നോട് ചോദിക്കാറുണ്ട്, എന്തിനാണ് ഈ 5 മണിക്ക് വയ്ക്കണം? 5 മണിക്കാണ്. അപ്പൊ 5 മണിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വളരെ നല്ല സമയമാണ്. അത് കാലത്ത് എഴുന്നേറ്റ് വരുന്ന സമയം എന്ന് പറയുന്നത് നമ്മുടെ ഹിഡൻ പവർ, ഈ ബ്രെയിനിന്റെ പവർ ഏറ്റവും 90%, നമ്മുടെ പകലുള്ളത് ഒരു 10%, ഒരു 1% ഒക്കെ പവർ വർക്ക് ചെയ്യണമല്ലോ. അത് ഇത്രയും വളരെ ആക്റ്റീവായിട്ടുള്ള പവർ ബ്രെയിനിൽ നിന്ന് നിർഗമിക്കുന്ന ഒരു സമയമാണ് ആൽഫ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ബ്രെയിനിന്റെ ഈ തലച്ചോറിന്റെ ശാസ്ത്രം അനുസരിച്ച് ബ്രെയിനിന്റെ വേവ്സുകൾ ആൽഫ വേവ്സ്, ബീറ്റ വേവ്സ്, ഡെൽറ്റ വേവ്സ്, തേറ്റ വേവ്സ്, ഇങ്ങനെ വളരെ 4ആയിട്ട് മെയിനായിട്ട് തിരിക്കുന്നുണ്ട്. ഈ ആൽഫ എന്ന് പറയുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ബ്രെയിൻ വേവ്സ് ആണ്. അതായത് നേരെ നമ്മൾ എന്ത് സജഷൻസ്, നിർദ്ദേശങ്ങൾ കൊടുത്തു കഴിഞ്ഞാലും അത് ഒരു വിവേക ബുദ്ധി ഇല്ലാതെ അത് അതേ രീതിയിൽ തന്നെ, ഇപ്പൊ നമ്മൾ കാലത്ത് എഴുന്നേറ്റ് പറയുകയാണ് ഇന്ന് എൻ്റെ ജീവിതത്തിൽ നന്മയായ കാര്യങ്ങൾ മാത്രമേ വരുള്ളൂ, അത് നമ്മൾ മനസ്സിൻ്റെ ഉള്ളിൽ അത് പ്രോഗ്രാം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ പവർ ആ ദിവസം മുഴുവനും നിൽക്കും. ആ ദിവസം പിന്നെ വരുന്നത് മുഴുവനും നന്മയായ കാര്യങ്ങളായിരിക്കും. ഇന്നത്തെ ദിവസം സന്തോഷത്തിന്റെ ദിനമാണ് നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ, കാലത്ത് എഴുന്നേറ്റ് വരുമ്പോഴേ അത് പറഞ്ഞു കഴിഞ്ഞാൽ
നമുക്ക് ആ ദിവസം മുഴുവൻ സന്തോഷത്തിന്റെ ദിനമായിട്ട് അത് മാറും. അത് നമ്മുടെ പ്രകൃതി മുഴുവനും നമ്മുടെ ചുറ്റുപാട്, അതാണ് ആ ബ്രെയിനിന്റെ സയൻസ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കാലത്ത് പ്രഭാതത്തിലെ പ്രാർത്ഥനകൾ, നമ്മളെല്ലാ പള്ളികളിലും പ്രാർത്ഥനകളൊക്കെ നടക്കുന്നത് പ്രഭാതത്തിലാണ്, നമ്മുടെ വീടുകളിലെ പ്രാർത്ഥന. അപ്പൊ ആ നേരത്ത് നമ്മൾ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മന്ദബുദ്ധികളായിട്ട് ജീവിക്കേണ്ടി വരും. അങ്ങനെയുള്ള ഒരു പ്രൊട്ടക്റ്റീവ് ആവാൻ നമുക്ക് കൂടുതൽ പിന്നെ ലൈഫിൽ പിന്നെ കഷ്ടപ്പാടുകൾ, ദുരന്തങ്ങൾ. അപ്പൊ നമ്മൾ പിന്നെ ഈ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ കഷ്ടപ്പെട്ട് കാലത്ത് എഴുന്നേറ്റ് തന്നെ നമ്മൾ ഒരു നെഗറ്റീവായിട്ട് ഇന്നത്തെ ദിവസം ശരിയല്ല, എല്ലാം പ്രശ്നമാണ്, കഷ്ടപ്പാട്, നമ്മളത് പറഞ്ഞാൽ മതി, മനസ്സിന് പറഞ്ഞാൽ മതി. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു പ്രോഗ്രാം തോട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ദിവസം വരുന്നത് മുഴുവൻ നെഗറ്റീവായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ബൈബിള് തന്നെ പഠിപ്പിക്കുന്നത് ഉള്ളവന് വീണ്ടും വീണ്ടും. അപ്പൊ നല്ലത് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നല്ല കാര്യങ്ങൾ വരും, നല്ലത് നമ്മൾ പറയുകയാണെങ്കിൽ നല്ലത് വരും. അപ്പൊ നമുക്കത് കൺട്രോൾ ചെയ്യാൻ, നമ്മുടെ ലൈഫിനെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ പറയും ഈ വിധി എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ തന്നെ രൂപീകരിക്കുന്ന അതിനുള്ള പവർ സ്വർഗത്തിന്റെ മേലും ഭൂമിയുടെ മേലുള്ള അധികാരം തന്നിട്ടാണ് ദൈവം നമ്മളെ ഇവിടേക്ക് അയച്ചേക്കുന്നത്. സ്വർഗത്തിന്റെ മേലും ഭൂമിയുടെ മേലും. അപ്പൊ നമ്മുടെ ജീവിതത്തെ സ്വർഗമാക്കാനായിട്ട് നമുക്ക് കഴിയും, അതുപോലെ തന്നെ നരകമാക്കാനായിട്ട് കഴിയും. നമ്മൾ കുറെ നെഗറ്റീവായിട്ട് ചിന്തിച്ചു കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് കഷ്ടപ്പാടാണ്, എനിക്ക് ബുദ്ധിമുട്ടാണ്, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് നരകമായിട്ട് തന്നെ മാറും. അപ്പൊ അത് അതൊക്കെ എന്തെങ്കിലുമൊക്കെ ആ നെഗറ്റീവായിട്ടുള്ള ഒരു പാറ്റേൺ തന്നെ നമ്മൾ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ, ചിലർ വാ തുറന്നു കഴിഞ്ഞാൽ പറയുന്നത് മുഴുവനും നെഗറ്റീവായിരിക്കും. അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റി നമ്മൾ നമ്മുടെ ബ്രെയിനിൻ്റെ ഉള്ളിലെ നമ്മൾ ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾസ്, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പ്രാർത്ഥനയെ കുറിച്ച് പഠിക്കുക. പ്രാർത്ഥന എങ്ങനെയാണ്, നമ്മുടെ ലൈഫ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അപ്പോൾ അത് നമ്മൾ ക്രമീകരിക്കുകയാണ്. അത് നമ്മൾ ന്യൂറൽ സയൻസ്, ഊർജം, അതായത് ന്യൂറൽ സയൻസ് എന്ന് തലച്ചോറിന്റെ ശാസ്ത്രം, ക്വാണ്ടം ഫിസിക്സ് അതായത് ഊർജതന്ത്രം, എനർജി ബേസ്ഡ് ആയിട്ടുള്ള സയൻസ്, ഊർജത്തെ കുറിച്ച് എങ്ങനെയാണ് പ്രകൃതിയിലെ ഓരോ കാര്യങ്ങൾ സംഭവിക്കുന്നത്, അതാണ് ക്വാണ്ടം ഫിസിക്സ് എന്ന് പറയുന്നത്. ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള സ്പിരിച്വൽ പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ 20 ദിവസവും നമ്മൾ പഠിക്കുക, 20 ദിവസം പഠിക്കുക. അങ്ങനെ നമ്മുടെ ലൈഫ് ഒരു ലൈഫ് ഇൻ അബണ്ടൻസ്, ജീവനും ഈശോ പറയുകയാണ്, ജീവനും ജീവന്റെ സമൃദ്ധിയും നൽകാൻ. അപ്പൊ അതുകൊണ്ട് അതാണ് നമ്മൾ ഈ പഠിക്കുന്നത്. അപ്പൊ അതില് നമ്മളൊരു 10 മിനിറ്റ് നമ്മൾ ഇങ്ങനെ വിശ്വാസത്തിന്റെ വചനങ്ങൾ, ബൈബിൾ വചനങ്ങൾ, വിശ്വാസത്തോടെ ബൈബിൾ വചനങ്ങൾ ഏറ്റുപറയും. എന്തിനു വേണ്ടിയിട്ടാണ്? അത് നമ്മുടെ തലച്ചോറിലേക്ക് കൊടുക്കുകയാണ്. ഉദാഹരണത്തിന് ഇന്നത്തെ ദിവസം നന്മയായ കാര്യങ്ങൾ മാത്രമേ എന്നിലേക്ക് വരുന്നുള്ളൂ. അങ്ങനെ നമ്മളത് പ്രോഗ്രാം ചെയ്ത് കൊടുക്കുമ്പോൾ നന്മയായ കാര്യങ്ങൾ കടന്നു വരും. ഞാൻ പരിപൂർണമായി സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. ആ ശരീരത്തിലേക്ക് നമ്മളത് ഫീൽ ചെയ്യണം. അത് ഫീൽ ചെയ്തിട്ട് വേണം പറയാനായിട്ട്. അപ്പം നമ്മൾ വെറുതെ ഒരു രീതിയിലല്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ മെഡിറ്റേഷൻ ഒക്കെ നടത്തി അത് ശരീരത്തിൽ ഫീൽ ചെയ്യുമ്പോഴാണ് 100% നമുക്ക് റിസൾട്ട് ഫീൽ ചെയ്യണം. ഐ ആം ജോയ്ഫുൾ, ഞാൻ സന്തോഷമുള്ള വ്യക്തിയാണെന്ന് പറയുമ്പോൾ ആ സന്തോഷത്തിന്റെ എല്ലാ അനുഭവങ്ങളെയും ശരീരത്തിലേക്ക് കൊണ്ടുവന്ന് ശരീരത്തിന്റെ ഓരോ കോശങ്ങളിലും ഫീൽ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോഴാണ് അതിന്റെ ഇഫക്റ്റ് വരിക. അതിനു വേണ്ടിയിട്ടാണ് കാലത്ത് ഇങ്ങനെ നമ്മൾ ആദ്യം ഒരു 10 മിനിറ്റ് വിശ്വാസത്തോടെ അനുഗ്രഹത്തിന്റെ വിശുദ്ധ വചനങ്ങൾ, ബൈബിൾ വചനം നമ്മൾ പറയും. പിന്നെ ഒരു 10 മിനിറ്റ് ഇതുപോലെ ഞാനൊരു റിഫ്ലക്ഷൻ തരും. ഇങ്ങനെ ഓരോ 21 ദിവസം ഉണ്ടല്ലോ, 21 ദിവസം നമ്മൾ ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ സ്പിരിച്വൽ ലോസ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ലോ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. അത് വളരെ ഏറ്റവും ഫൗണ്ടേഷൻ ആയിട്ടുള്ളൊരു നിയമമാണ്. എല്ലാ കാര്യത്തിനും നമ്മളിങ്ങനെ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. നന്ദി പറയുന്നൊരു ഹൃദയം. നമുക്കൊരു പരാതിയില്ല, നമുക്കൊരു കുറ്റം പറച്ചിലില്ല, ഒരു വിമർശനമില്ല, ഒരു അസൂയയില്ല. എല്ലാറ്റിനും ഇങ്ങനെ നന്ദി പറയുക. അതാണ് ആദ്യത്തെ നിയമം. എല്ലാറ്റിനും നന്ദി ഉള്ളവന് വീണ്ടും വീണ്ടും നൽകുന്നു പറയുന്നത്. നന്ദിയുള്ള ഹൃദയത്തിനാണ് ദൈവം വീണ്ടും വീണ്ടും നൽകുന്നത്. ആ ഉള്ളവൻ എന്നുള്ള വാക്കിന് പകരം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ, നന്ദി എന്നുള്ളൊരു വാക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൃത്യം മനസ്സിലാവും. പിന്നെ കൂടുതൽ കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോ ആഴ്ചയിലും
പ്രത്യേകിച്ച് തിങ്കളാഴ്ച, വ്യാഴാഴ്ച ദിവസങ്ങളിലായിട്ട് വൈകിട്ട് നമുക്ക് ഒരു ഓപ്പൺ സെഷൻ ഉണ്ടായിരിക്കും. ഓപ്പൺ സെഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ, നമുക്ക് ചോദിക്കാനുള്ള ചോദിക്കാൻ, പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെ, ഈ സ്പിരിച്വൽ ലോസ് ഒക്കെ എങ്ങനെയാണ് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി ഉപയോഗിക്കുക, സക്സസ്ഫുൾ ആയിട്ടുള്ള ലൈഫിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുക, അതൊക്കെ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുക. സക്സസ്ഫുൾ ആയിട്ടുള്ള ലൈഫിനെ നമുക്ക് എങ്ങനെ ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് ദ ഹെൽത്ത്, ഹൗ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദ മണി, പൈസ എങ്ങനെ ഉണ്ടാകാനായിട്ട്. ചിലരുടെ കയ്യിലൊന്നും പൈസ ഇരിക്കില്ല, അപ്പോൾ ചിലരുടെ കയ്യിൽ കണ്ടമാനം പൈസ വരും. അതിന് നിയമമുണ്ട്. ഒരു സ്പിരിച്വൽ ലോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്നും സമ്പന്നതയിൽ തന്നെ നമുക്ക് ജീവിക്കാനായിട്ട് പറ്റും. സമ്പന്നതയിൽ തന്നെ ജീവിക്കാനായിട്ട് പറ്റും. സ്പിരിച്വൽ ലോസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആരോഗ്യത്തിൽ ജീവിക്കാനുള്ള നിയമങ്ങൾ അതെങ്ങനെ പാലിക്കുക, ഈ പ്രാർത്ഥനയുടെ നിയമങ്ങൾ എങ്ങനെ നമുക്ക് നമ്മുടെ ഹെൽത്ത്, വെൽത്ത്, സക്സസ്, റിലേഷൻഷിപ്പ്, ഹാപ്പിനെസ്, പീസ്, അങ്ങനെ നമ്മുടെ ലൈഫിൻ്റെ, നമ്മുടെ ഫാമിലി, നമ്മുടെ ചിൽഡ്രൻ, ഇതെങ്ങനെ നമ്മൾ കണക്ട് ചെയ്യാം, അതിനെയൊക്കെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ ആയിരിക്കും നമ്മൾ 21 ദിവസം നടത്തുക. അപ്പം അതിലെ ആഴ്ചയിൽ 2 ദിവസം നമ്മൾ 2 ദിവസം ഈവനിങ്ങിൽ 1 മണിക്കൂർ 40 മിനിറ്റ് വെച്ചിട്ട് തന്നെ 40 മിനിറ്റോ 50 മിനിറ്റോ വെച്ച് നമുക്ക് സെഷൻസ് ഉണ്ടായിരിക്കും. അത് നമുക്ക് ആ സമയത്ത് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് നിയോഗം ഉണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കുന്നതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അപ്പം നമ്മൾ നേരെ ഇന്ന് മെഡിറ്റേഷനിലേക്ക് കടക്കുകയാണ്. ഫെയ്ത്ത് അഫർമേഷൻ, വിശ്വാസത്തിന്റെ വചനങ്ങളൊക്കെ മെഡിറ്റേഷൻ നടത്തി നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ ഇംപ്രിന്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പം നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാകാത്തതുണ്ടെങ്കിൽ 21 ദിവസം കൊണ്ട് നിങ്ങൾക്ക് അത് മനസ്സിലാവും. നിങ്ങൾക്ക് വല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് 21 ദിവസം കൊണ്ടെല്ലാം മനസ്സിലാവും. നിങ്ങളത് കുറേ ഞാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ തന്നെ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഒക്കെ മനസ്സിലായിക്കോളും. അപ്പോൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ നമുക്ക് ചോദിക്കാനുണ്ട്, പിന്നെ മനസ്സിലാവാത്തുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഈവനിങ്ങിലുള്ള സെഷൻസ്. അത് ഒരു 7 മണി സമയത്തായിരിക്കും ഉണ്ടാക്കുക. നമുക്ക് നാളെ രാവിലെ ഉണ്ടായിരിക്കും സെഷൻ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് നാളെ വൈകിട്ട് ഒരു സെഷൻ, ആഴ്ചയിൽ 2 ദിവസം എന്തായാലും ഈവനിങ് സെഷൻ ഉണ്ടായിരിക്കും. അപ്പം അതൊരു നമുക്കൊരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ്, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി. നമുക്ക് ഇന്ന് ആദ്യത്തെ ദിവസമാണ്. അപ്പോൾ ആദ്യത്തെ ലോ എന്ന് പറയുന്നത്, സ്പിരിച്വൽ ലോ എന്ന് പറയുന്നത് ലോ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. അതേക്കുറിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അതിനെ കുറിച്ചിട്ടുള്ള എക്സ്പ്ലനേഷനൊക്കെ പിന്നീടും വരും. പിന്നീടുള്ള ക്ലാസ്സിൽ ഞാൻ എക്സ്പ്ലെയിൻ. നന്ദി പറയുക, എല്ലാറ്റിനും നന്ദി പറയുക. നമ്മുടെ രോഗത്തെക്കുറിച്ചാണെങ്കിലും നന്ദി പറയുക, നമ്മുടെ ദുഃഖങ്ങളെ കുറിച്ചാണെങ്കിലും നന്ദി പറയുക. ഇപ്പോൾ രോഗം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വേദനകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഇങ്ങനെ നന്ദി പറയുക. അപ്പോൾ മനസ്സിലാക്കുക, രോഗങ്ങളാണ് ജീവിതത്തിന്റെ തകർച്ചകളാണ്, നമ്മുടെ ജീവിതത്തിന്റെ പരാജയങ്ങളാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അധ്യാപകർ. നമ്മുടെ ജീവിതത്തെ പഠിപ്പിച്ചിട്ടുള്ളത്, നമ്മുടെ ജീവിതത്തെ ശക്തീകരിച്ചിട്ടുള്ളത്, നമ്മുടെ ജീവിതത്തെ കൂടുതൽ പ്രാർത്ഥനാമുഖമാക്കിയിട്ടുള്ളത്, നമ്മുടെ ജീവിതത്തെ കുറെ കരുണയുള്ളവരാക്കി മാറ്റിയിട്ടുള്ളത്, അനേകരുടെ ജീവിതത്തിന്റെ വേദനകൾ മനസ്സിലാക്കാൻ നമുക്ക് ഒരു കരുണയുടെ ഹൃദയം തന്നിട്ടുള്ളത് നമ്മുടെ വേദനകളിലും ദുഃഖങ്ങളിലും ഒക്കെയാണ്. നമ്മുടെ വേദനകളാണ് ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കാൻ നമ്മളെ സഹായിച്ചിട്ടുള്ളത്. നമ്മെ നല്ലൊരു മനുഷ്യരാക്കി മാറ്റിയിട്ടുള്ളത് നമ്മുടെ വേദനകളും തകർച്ചകളും ഒക്കെയാണ്. അപ്പൊ അതിനും ഒരു നന്മയുടെ വശമുണ്ട്. പക്ഷെ ആ നന്മ വേദനകളിൽ നിന്നൊക്കെ മാറി നമ്മൾ വളരെ സന്തോഷത്തിലേക്ക് കടക്കണം. അതാണ് ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത്. ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി ശ്രേഷ്ഠമായ പദ്ധതിയാണ്. അത് സന്തോഷത്തിന്റെ പദ്ധതിയാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ നിയമം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതിൻ്റെ എക്സ്പ്ലനേഷൻ കൂടുതൽ തരാം. അപ്പോൾ നമ്മൾ നന്ദി പറയുക, എല്ലാറ്റിനും നന്ദി പറയുക. അതൊരു ഹോംവർക്കായിട്ട് ഇന്ന് എടുക്കുക. ഇന്ന് പറ്റുമെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ സമയം പറ്റുമെങ്കിൽ ഒരു നോട്ട്ബുക്കൊക്കെ വെക്കുന്നത് നല്ലതാണ്. ആ നോട്ട്ബുക്കൊക്കെ വെച്ച് അതിൽ നമ്മൾ എഴുതുക, നമ്മുടെ ലൈഫിൽ കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങളൊക്കെ എഴുതി നമുക്ക് ആ ഫീലിംഗ് ചെയ്യും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. We go for the meditation now. All the people join. Remember, this is a Malayalam retreat, 21 days. An English retreat is every day we are having evening. Every day morning 5 o'clock. 5 o'clock is the English retreat, and 6 o'clock we begin. 6 o'clock or 5:50 onwards we begin.
the Malayalam retreat. God bless you. We begin at the meditation right now. നമുക്ക് മെഡിറ്റേഷനിലേക്ക് കടക്കാം. Sit comfortably. നമ്മൾ നല്ല ഒരു അനുകൂലമായ അവസ്ഥയിൽ, ധ്യാനാത്മകമായ അവസ്ഥയിൽ ഇരിക്കാൻ പറ്റിയ സ്ഥലത്ത് നമ്മൾ ഇരിക്കുന്നു. ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ള രോഗികളുണ്ടെങ്കിൽ മാത്രം നമ്മളത് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിടന്ന കിടപ്പിൽ തന്നെ ഫീൽ ചെയ്യാം. എങ്കിൽ തന്നെയും നമ്മൾ ഫീൽ ചെയ്യുക, നമ്മുടെ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ ഫീൽ ചെയ്യുക. നമ്മൾ ഇരിക്കുന്നു, കംഫർട്ടബിൾ ആയിട്ടിരിക്കുന്നു, നട്ടെല്ല് നിവർന്ന് തന്നെ ഇരിക്കുന്നു. നമ്മുടെ കഴുത്തിൻ്റെ നെക്ക് ഇറ്റ് ഈസ് സ്ട്രെയിറ്റ്, കഴുത്ത് നേരെ പിടിച്ചിരിക്കുന്നു, തല അല്പം ഉയർത്തി പിടിച്ചിരിക്കുന്നു. നമ്മുടെ രണ്ട് കൈകളും തുടയുടെ ഭാഗത്ത് വെച്ചിരിക്കുകയാണ്. Sit comfortably. Sit comfortably. Sit straight. നേരെ ഇരുന്ന് നമ്മുടെ ശ്വാസോച്ഛ്വാസത്തെ നമ്മൾ ശ്രദ്ധിക്കുകയാണ്. ഒബ്സർവ് യുവർ ബ്രീത്തിങ്. ശ്വാസോച്ഛ്വാസത്തെ ശ്രദ്ധിക്കുന്നു. നമ്മൾ അതേക്കുറിച്ച് അവബോധത്തിലായിരിക്കും. നമ്മുടെ ബ്രീത്തിങ്ങിനെ കുറിച്ച് സാവധാനം ശ്വാസം എടുക്കുന്നു. ആ ശ്വാസം കുറച്ച് സമയം പിടിച്ചു വെച്ച് സാവധാനം പുറത്തേക്ക് വിടുന്നു. ഒരു 3 പ്രാവശ്യമെങ്കിലും നമ്മുടെ മനസ്സ് ഏകാഗ്രമാക്കാൻ വേണ്ടിയിട്ടാണ് ശ്വാസത്തെ ശ്രദ്ധിക്കുക. സ്ലോലി ബ്രീത്ത് ഇൻ, ഹോൾഡ് ഓൺ, സ്ലോലി ബ്രീത്ത് ഇൻ. When you are breathing, നമ്മൾ ശ്വസിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനെയാണ് സ്വീകരിക്കുന്നത്. സ്ലോലി ബ്രീത്ത് ഇൻ, ദൈവത്തിൻ്റെ ആത്മാവിനെയും ശ്വസിച്ചെടുക്കുക. Feel it, let it go in every cells of your body and purify all the negative emotions, sorrows, tears, failures, everything which is in the dark fog. It is breathed out at the feet of the Lord. It is never returned. നിശ്വസിക്കുമ്പോൾ ശരീരത്തിലെ രോഗകാരണമായ അവസ്ഥകൾ, നമ്മുടെ ദുഃഖങ്ങൾ, വേദനകളെല്ലാം നിശ്വസിച്ച് കർത്താവിൻ്റെ കാൽപാദത്തിലേക്ക് സമർപ്പിക്കും. അഗാധതയിലേക്ക് അത് പോകട്ടെ, ഒരിക്കലും അത് തിരിച്ചു വരിക. നമ്മുടെ മനസ്സിനെ ശാന്തമാണ്. നിങ്ങൾ എൻ്റെ ശബ്ദം മാത്രമേ കേൾക്കുന്നു. You are listening.
മനസ്സ് ഏകാഗ്രമാക്കിയിരിക്കുക. ശിരസ് മുതൽ കാൽപാദം വരെയും നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവത്തിനും വിശ്രമം കൊടുക്കുക. ശിരസിന്റെ മുകൾ ഭാഗം മനസ്സിൽ കൊണ്ടുവരിക, വിശ്രമം കൊടുക്കുക, മറന്നു കളയുക. നെറ്റിയുടെ ഭാഗം വിശ്രമം കൊടുക്കുക, മറന്നു കളയുക. മുഖം വിശ്രമം കൊടുക്കുക, മറന്നു കളയുക. കഴുത്തിന്റെ ഭാഗം വിശ്രമം കൊടുക്കുക, മറന്നു കളയുക. ശിരസിന്റെ ഭാഗം മുഴുവനും വിശ്രമം കൊടുക്കുക, മറന്നു കളയുക. ഷോൾഡർ വിശ്രമം കൊടുക്കുക, മറന്നു കളയുക. ചെസ്റ്റ് വിശ്രമം കൊടുക്കുക, മറന്നു കളയുക. സ്റ്റൊമക്ക് വിശ്രമം കൊടുക്കുക, മറന്നു കളയുക. ഉദരത്തിന്റെ ഭാഗം വിശ്രമം കൊടുക്കുക, മറന്നു കളയുക. Wave of relaxation. The right hand, muscles, joint, wrist, fingers are relaxed. Left hand, muscles, joint, wrist, fingers are relaxed. Both your hands are relaxed. Chest is relaxed. Stomach is relaxed. The wave of relaxation is coming, passing. നമ്മുടെ നട്ടലിന്റെ മേഖലയിലൂടെ ദൈവത്തിന്റെ ആത്മാവ് പ്രവഹിക്കുന്നതായിട്ട് കാണുക. നട്ടലിന് വിശ്രമം കൊടുക്കുക. വിശ്രമം കൊടുക്കുക. ശരീരത്തിന്റെ പിൻഭാഗം മസിലുകൾ വിശ്രമം കൊടുക്കുക. നമ്മുടെ നെഞ്ചിന്റെ ഭാഗം, ഉദരത്തിന്റെ ഭാഗം, മനസ്സിൽ കാണുന്ന വിശ്രമം കൊടുക്കുക. നമ്മുടെ ഹൃദയം, കിഡ്നി, ലിവർ, ഉദരത്ത് ശരീരത്തിലെ വിഭാഗങ്ങളെല്ലാം ദൈവാത്മാവിലായിരിക്കട്ടെ. അരക്കെട്ടിന്റെ ഭാഗം വിശ്രമം കൊടുക്കുക, മറന്നു കളയുക. രണ്ട് കൈകളും വിശ്രമാവസ്ഥയിലാണ്. ശിരസ് മുതൽ അരക്കെട്ടിന്റെ ഭാഗം വരെയും വിശ്രമാവസ്ഥയിലേക്ക് നീങ്ങിയിരിക്കും. ഓരോ പ്രാവശ്യവും ശ്വാസം എടുക്കുമ്പോൾ കൂടുതൽ കൂടുതൽ ആഴത്തിലേക്ക് വിശ്രമത്തിലേക്ക് നീങ്ങുന്നു. വലത് കാല്, മസില്, കാൽമുട്ടുകൾ, കണങ്കാൽ, കാൽപാദങ്ങൾ വിശ്രമം കൊടുക്കുക, മറന്നു കളയുക. ഇടത് കാല്, മസില്, കാൽമുട്ടുകൾ, കണങ്കാൽ, കാൽപാദങ്ങൾ വിശ്രമം കൊടുക്കുക. രണ്ട് കാലുകൾക്ക് വിശ്രമം. Receive the anointing. Receive the anointing. ശരീരം മുഴുവനും ദൈവാത്മാവിൽ നിറഞ്ഞിരിക്കട്ടെ. ശരീരം മുഴുവനും വിശ്രമാവസ്ഥയിലായിരിക്കും. ശരീരം മുഴുവനും വിശ്രമാവസ്ഥയിലായിരിക്കും. ശരീരം മുഴുവനും വിശ്രമാവസ്ഥയിലായിരിക്കും. ശരീരം മുഴുവനും വിശ്രമാവസ്ഥയിലായിരിക്കും. എൻ്റെ ശരീരം മുഴുവനും വിശ്രമാവസ്ഥയിലായിരിക്കുന്നു. മനസ്സ് വിശ്രമാവസ്ഥയിലായിരിക്കും. ഇനി നമ്മൾ 10 മുതൽ 1 വരെ എണ്ണുകയാണ്. താഴോട്ട് എണ്ണുമ്പോൾ നമ്മളൊരു ലിഫ്റ്റിലൂടെ ഭൂമിയുടെ അഗാധതയിലേക്ക് ആഴ്ന്നു പോകുന്നതായി ഫീൽ ചെയ്യുക. നമ്മുടെ ലിഫ്റ്റ് ഒരു കിണറിലാണ് പിടിപ്പിച്ചിരിക്കുന്നത്. കിണറിൻ്റെ ഉള്ളിലൂടെ ലിഫ്റ്റ് താഴോട്ട് ഒരു ബിൽഡിങ്ങിന് താഴോട്ട് പോകുന്ന പോലെ ഭൂമിയുടെ ആഴങ്ങളിലേക്ക്, നമ്മുടെ മുകളിലേക്കല്ല, ഭൂമിയുടെ ആഘാതതയിലേക്ക് താഴ്ന്നു പോകുന്നതായിട്ട് ഫീൽ ചെയ്യും. Going down deeper, deeper. You switch on the lift. Visualize a beautiful lift
ആവശ്യത്തിന് ഓക്സിജൻ ഉണ്ട്, പ്രകാശമുണ്ട്, പ്രശാന്തമായ തണുത്ത കാറ്റുണ്ട്. ഇതിലൂടെയൊക്കെ നമ്മൾ അഗാധതയിലേക്ക്, ശാന്തതയുടെ അഗാധതയിലേക്ക് പ്രവേശിക്കുകയാണ്. സ്വിച്ച് ഓൺ ദ ലിഫ്റ്റ് ഓൺ ചെയ്യുന്നു. താഴോട്ട് പോകുന്നതായിട്ട് ഫീൽ ചെയ്യാം. 10 going down deeper 9 deeper കൂടുതൽ ആഴത്തിലേക്ക് deeply relax. Eight, 7, 6, feel it. അഗാധതയിലേക്ക് കൂടുതൽ വിശ്രമത്തിലേക്ക് ഞാൻ നീങ്ങുകയാണ്. It is going down deeper relax. 5, 4, 3 കൂടുതൽ ആഴമേറിയ അഗാധമായ ശാന്തതയിലേക്ക് നീങ്ങുന്നു. 4, 3 കൂടുതൽ ആഴത്തിലേക്ക് അഗാധമായ വിശ്രമത്തിലേക്ക്. 2, 1 ശാന്തതയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വലിയ അഗാധമായ ശാന്തതയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഇനി നിങ്ങൾ എൻ്റെ ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ. ഇനി നിങ്ങൾ എൻ്റെ ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ. ഇനി എൻ്റെ മനസ്സിൽ ഏറ്റുപറയുന്ന ഓരോ വാക്കുകളും, ഞാൻ ഏറ്റുപറയുന്ന ഓരോ വാക്കുകളും വിശ്വാസയോഗ്യവും സത്യവും യാഥാർത്ഥ്യവുമാണ്. ഞാൻ ഏറ്റുപറയുന്ന ഓരോ വാക്കുകളും എൻ്റെ ജീവിതത്തിൽ സൃഷ്ടികർമ്മം ചെയ്യുന്നു. വിശ്വാസയോഗ്യവും സത്യവും യാഥാർത്ഥ്യവുമാണ്. ഈ ദിവസം കർത്താവിൻ്റെ ദിനമാകും. നമ്മുടെ മനസ്സിലേക്ക് ഉത്ഥാനം ചെയ്ത് ഈശോയെ കൊണ്ടുവരാം. ഉത്ഥാനം ചെയ്ത് ഈശോയെ, ജീവനുള്ള ഈശോയെ ഞാൻ മുഖാമുഖം കാണുന്നു. വെള്ള വസ്ത്രമണിഞ്ഞ് ആത്മാവായി, മുഖം പ്രശോഭിതമായി ഈശോയെ കാണാം. ഈശോയുടെ ശിരസ്, ഈശോയുടെ മുടികൾ, ഈശോയുടെ നെറ്റി, ഈശോയുടെ കൺപുരികം, ഈശോയുടെ തിളങ്ങുന്ന കണ്ണുകൾ, കൺപീലികൾ, ഈശോയുടെ മുഖം, ചുണ്ടുകൾ, താടി, മീശ, നീളമുള്ള മുടി. ഈശോയുടെ മുഖം വളരെ വ്യക്തമായിട്ട് എനിക്ക് കാണാം. വെള്ള മേലങ്കി എനിക്ക് കാണാം. കൈകൾ കാണാം, കാൽപാദങ്ങൾ കാണാം. ഈശോയുടെ ചുവന്ന മേലങ്കി എനിക്ക് കാണാം. വെള്ള മേലങ്കി, ചുവന്ന ദുപ്പട്ട, the red slash. ഈശോയുടെ വസ്ത്രം ഉയർത്താനും ചെയ്ത് ഈശോയെ ആയിട്ട് നമുക്ക് കാണുകയാണ്. ഈശോയെ മുഖാമുഖം കാണുക. ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവെന്നിലേക്ക് നിറഞ്ഞിരിക്കും. ഈ ദിവസം കർത്താവിൻ്റെ ദിനമാണ്. ഈ ദിവസം കർത്താവിൻ്റെ ദിനമാണ്.
ഈ ദിവസം ആനന്ദത്തിന്റെ ദിനമാണ്. ഈ ദിനം ആനന്ദത്തിന്റെ ദിനമാണ്. ഈ ദിനം സന്തോഷത്തിന്റെ ദിനമാണ്. ഈ ദിനം ആഹ്ലാദത്തിന്റെ ദിനമാണ്. ആഹ്ലാദത്തിന്റെ ദിനം. ഈ ദിനം ആനന്ദത്തിന്റെ ദിനമാണ്. ആഹ്ലാദത്തിന്റെ ദിനമാണ്. സന്തോഷത്തിന്റെ ദിനമാണ്. മഹത്തായ അനുഗ്രഹങ്ങൾ കടന്നു വരുന്നതിന് നന്ദി പറയുന്നു. കർത്താവിൻ്റെ ആത്മാവ് ശരീരത്തിലേക്ക് ഒഴുകുകയാണ്. കംപ്ലീറ്റ്ലി ഹീൽ. പൂർണ്ണമായി ഞാൻ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. പൂർണ്ണമായി ഞാൻ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. പരിപൂർണമായി 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 സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. Feel it. I am completely healed. ഈശോയുടെ വലിയ ദിവ്യ പ്രകാശം, സൗഖ്യത്തിന്റെ പ്രകാശം, നല്ലൊരു ഹാലോജൻ ലൈറ്റിന്റെ പ്രകാശം പോലെ 1000 വാട്ടുള്ള പ്രകാശമായി എൻ്റെ ശരീരത്തിലേക്ക് വന്ന് എൻ്റെ ശരീരത്തിൻ്റെ ഓരോ കോശങ്ങളെയും പുനഃസൃഷ്ടിച്ചു. ഞാൻ പൂർണ്ണമായും സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. ഞാൻ ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ ആരോഗ്യത്തിലേക്ക് കടന്നു വരുന്നു. ഞാൻ ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ ആരോഗ്യത്തിലേക്ക് കടന്നു വരുന്നു. ഈ ദിവസം കർത്താവിൻ്റെ ദിവസമാണ്. സന്തോഷത്തിൻ്റെ ദിനമാണ്. നന്മയായ കാര്യങ്ങൾ മാത്രം എന്നിലേക്ക് കടന്നു വരും. നന്മയായ കാര്യങ്ങൾ മാത്രം എന്നിലേക്ക് കടന്നു വരും. ഞാൻ നന്മ നിറഞ്ഞ കാര്യങ്ങൾ മാത്രം ചിന്തിക്കുന്നു. I think only positive. Only the positive things are coming to me. Only the positive things are coming to me. ഞാൻ പരിപൂർണ ആരോഗ്യമുള്ള വ്യക്തിയാകും. ഞാൻ പരിപൂർണമായ ആരോഗ്യമുള്ള വ്യക്തിയാകും. ഞാൻ നല്ല ഉണർവും ഉന്മേഷമുള്ള വ്യക്തിയാകും. ഉണർവും ഉന്മേഷമുള്ള വ്യക്തിയാകും. നല്ല നല്ല കാര്യങ്ങൾ മാത്രം എന്നിലേക്ക് കടന്നു വരുന്നു. നല്ല നല്ല കാര്യങ്ങൾ മാത്രം എന്നിലേക്ക് കടന്നു വരുന്നു. നല്ലതായ കാര്യങ്ങൾ മാത്രം എന്നിലേക്ക് കടന്നു വരുന്നു. സന്തോഷത്തിന്റെ കാര്യങ്ങൾ മാത്രം എന്നിലേക്ക് കടന്നു വരുന്നു. സന്തോഷത്തിന്റെ കാര്യങ്ങൾ മാത്രം എന്നിലേക്ക് കടന്നു വരുന്നു. ഇന്നത്തെ ജീവിതം മുഴുവനും വിജയകരമായ അനുഭവങ്ങൾ, എൻ്റെ ജീവിതം മുഴുവനും വിജയകരമായ അനുഭവങ്ങൾ നൽകുന്നതെന്ന് പറയുന്നു. ഞാനൊരു വിജയശ്രീലാളിതനായ വ്യക്തിയാകും. ഞാൻ വിജയശ്രീലാളിതനായ ഒരു വ്യക്തിയാകുന്നു. വിജയകരമായ അനുഭവങ്ങൾ മാത്രം എന്നിലേക്ക് കടന്നു വരുന്നു. എല്ലാ ഉദ്യമങ്ങളിലും വിജയം നൽകുന്നതിന് നന്ദി പറയുന്നു. കർത്താവിൻ്റെ ആത്മാവിൻ്റെ മേൽ അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ നയിക്കപ്പെടുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ നിയന്ത്രിക്കപ്പെടുന്നു. മഹത്തായ നന്മകൾ, മഹത്തായ അനുഗ്രഹങ്ങൾ നൽകുന്നതിന് നന്ദി പറയുന്നു. മഹത്തായ അനുഗ്രഹങ്ങൾ വരുന്നതിന് നന്ദി പറയുന്നു. സന്തോഷത്തിന്റെ കാര്യങ്ങൾ, സന്തോഷകരമായ കാര്യങ്ങൾ മാത്രം കടന്നു വരുന്നു. സന്തോഷകരമായ കാര്യം. എൻ്റെ ജീവിതം എപ്പോഴും സന്തോഷം നിറഞ്ഞതാണ്, ആനന്ദം നിറഞ്ഞതാണ്, ആഹ്ലാദം നിറഞ്ഞതാണ്, ആഘോഷം നിറഞ്ഞതാണ്. എൻ്റെ ജീവിതം എപ്പോഴും സന്തോഷം നിറഞ്ഞതാണ്, ആനന്ദം നിറഞ്ഞതാണ്, ആഹ്ലാദം നിറഞ്ഞതാണ്,
ആഘോഷം നിറഞ്ഞത്. My life is so beautiful. എൻ്റെ ജീവിതം എത്ര മനോഹരമാണ്. My life is beautiful. Only good things are coming. നന്മയായ കാര്യങ്ങൾ മാത്രം എന്നിലേക്ക് കടന്നു വരുന്നു. എന്നെ കുറിച്ചിട്ടുള്ള ദൈവത്തിന്റെ പദ്ധതി ശ്രേഷ്ഠമായ പദ്ധതിയാണ്. നന്മയായ കാര്യങ്ങൾ മാത്രം കടന്നു വരുന്നു. നന്മയായ വ്യക്തികൾ മാത്രം കടന്നു വരുന്നു. നന്മയായ വ്യക്തികൾ, നന്മയായ അനുഭവങ്ങൾ കടന്നു വരുന്നു. Right people are coming. Right opportunities are coming. Right things are coming to me. My life is joyful, cheerful. I am peaceful. എൻ്റെ ജീവിതത്തിൽ ലഭിച്ച എല്ലാറ്റിനും ഞാൻ നന്ദി പറയും കർത്താവേ. എല്ലാറ്റിനും ഞാൻ നന്ദി പറയും. എല്ലാറ്റിനും ഞാൻ നന്ദി പറയും. എല്ലാറ്റിനും ഞാൻ നന്ദി പറയും. എൻ്റെ ജീവിതം അനുഗ്രഹത്തിന്റെ ജീവിതം. എൻ്റെ ജീവിതം അനുഗ്രഹത്തിന്റെ ജീവിതം, ഐശ്വര്യത്തിന്റെ ജീവിതമാണ്, സന്തോഷത്തിന്റെ ജീവിതമാണ്. My life is so beautiful, wonderful, anointed. Life is so beautiful. My life is so beautiful. എൻ്റെ ജീവിതം വലിയ സന്തോഷം. ഇന്നത്തെ ദിവസത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നന്മയായ കാര്യങ്ങൾ മാത്രം എന്നിലേക്ക് വരുന്നതിന് ഞാൻ നന്ദി പറയുന്നു. സമ്പൂർണ്ണ ആരോഗ്യവും ശക്തിയും നൽകുന്നതിന് നന്ദി പറയുന്നു. ഞാൻ സ്നേഹമുള്ളൊരു വ്യക്തിയാകുന്നു. ഹൃദയം നിറയെ സ്നേഹമുള്ളൊരു വ്യക്തിയാകുന്നു. ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നു. എല്ലാവരും ഇന്ന് കണ്ടുമുട്ടുന്ന എല്ലാവരും എന്നെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു. എല്ലാവരും എന്നെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യും. ഇന്നത്തെ ദിവസം മുഴുവനും വളരെ ശാന്തത നിറഞ്ഞ ജീവിതമാണ്. പീസ്ഫുൾ, ശാന്തത നിറഞ്ഞ, ആനന്ദം നിറഞ്ഞത്. ഞാൻ നല്ല ആത്മവിശ്വാസമുള്ള വ്യക്തിയാണ്. I am confident, I am courageous, I am powerful. ഇന്നത്തെ ജീവിതം, ഇന്നത്തെ ലൈഫ് മുഴുവനും ഞാൻ മാക്സിമം ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തുന്നു. ഈ ദിവസം മുഴുവനും ഞാൻ ഏറ്റവും നന്നായി ഉപയോഗിക്കും. ഞാൻ സുരക്ഷിതനാകുന്നു. എല്ലാ മേഖലകളിലും I am vaccinated, I am protected. ഞാൻ സുരക്ഷിതനാകും. എല്ലാ ശുശ്രൂഷകളും ഏറ്റവും അഭിഷേകമുള്ളതാക്കി തീർക്കുന്നതിന് നന്ദി പറയുന്നു. I am going to count 1 to 5. ഞാൻ 1 മുതൽ 5 വരെ എണ്ണുകയാണ്. 1 മുതൽ 5 വരെ എണ്ണുകയാണ്. 1 മുതൽ 5 വരെ എണ്ണുന്ന സമയത്ത് ഞാൻ സാവധാനം കണ്ണുകൾ തുറക്കുകയാണ്. 1 മുതൽ 5 വരെ എണ്ണുകയാണ്. I am counting 1 to 5. When I count 5, slowly open your eyes, feel fresh, wide awake. I am counting 1 to 5. I count 5. Slowly open your eyes, feel fresh, wide awake. 1, 2, 3. When I count 5, slowly open your eyes, feel fresh, fully awake, joyful, peaceful. 1, 2, 3, 5 എണ്ണുന്ന സമയത്ത് സാവധാനം കണ്ണുകൾ തുറക്കുക. 4, 4, 5. Slowly open your eyes, feel fresh, wide awake. 4, 5. Slowly open your eyes, feel fresh, wide awake. Slowly open your eyes. 4, 5. Rub your hand. Slowly open your eyes. 1, 2, 3. When I count 5, slowly open your eyes. Feel fresh, wide awake. 4, 5. 5 എണ്ണുമ്പോൾ കണ്ണുകൾ തുറക്കുക. 4, 5. സാവധാനം കണ്ണുകൾ തുറക്കുക. ഈ ദിവസം നല്ലതായ കാര്യങ്ങൾ മാത്രം സംഭവിക്കും. Only good things are coming. Joyful things are coming. Happy, blessed. Thank you. Slowly open your eyes, feel fresh, wide awake.
God bless you. Today is the Lord's day. Exciting day. Okay, God bless you. Tomorrow morning, 5 നിങ്ങളുടെ ആരുടെയോ വീട്ടില് 2 ഫോൺ ഒരുമിച്ച് അതാണ് ഇപ്പൊ വരുന്നതിന്റെ കാരണം. നിങ്ങൾക്ക് അപ്പൊ നാളെ നമ്മള് കാലത്ത് തന്നെ കണ്ടുമുട്ടുന്നു. കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നമ്മൾ നല്ല നല്ല കുറെ കാര്യങ്ങൾ പഠിക്കും. നമ്മുടെ ജീവിതം വളരെ അനുഗ്രഹമായിട്ട് മാറട്ടെ. നാളെ ഞാൻ പറയാം നാളെ കാലത്ത്. അപ്പൊ ആഴ്ചയിൽ 2 ദിവസം നമുക്ക് കാണാം. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനുള്ളത്, പരസ്പരം പരിചയപ്പെടാനൊക്കെ ഉള്ളത് നമുക്ക് വൈകിട്ട് പരിചയപ്പെടാം, വൈകിട്ടുള്ള സെഷൻ. ഓക്കെ, താങ്ക് യു. See you tomorrow morning 5:50. You can come and somebody can begin. Even if I did not come, you can begin. നമ്മൾ കുറെ പേരൊക്കെ 2-3 ധ്യാനം കൂടിയവരുണ്ട്. 5 o'clock session is English. 5 o'clock is English. 5:50 is Malayalam. It is up to 6:30. നമ്മൾ ഈ മെഡിറ്റേഷൻ ആയതുകൊണ്ട് പിന്നെ എനിക്ക് കുറച്ച് നീണ്ടു പോയാലും കുഴപ്പമൊന്നും വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ അതാ ഫ്രാൻസിൽ ഇരിക്കുന്ന കാരണമാണ്. Thank you, Father. Thank you, Father. താങ്ക് യു. ഓക്കെ, വന്ന് വെക്കട്ടെ കേട്ടോ. നമുക്ക് കാണാം. Thank you, Father.